നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിൽ കൊച്ചി താലൂക്കിൽ എടവനക്കാട് വില്ലേജിൽ പള്ളിപ്പാടം കുമാരൻ മകൻ സന്തോഷ്. ഇദ്ദേഹത്തിന് റിവേഴ്സൽ സെർവിക്കൽ ലോണ്ടിസിസ് എന്ന അസുഖമാണ്. അസുഖം തുടങ്ങിയിട്ട് 5 വർഷമായി. കൈക്ക് വേദനയായിട്ടാണ് അസുഖം ആരംഭിച്ചത്. ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യുവാൻ പറഞ്ഞു. 2 സ്കാനുകൾ ചെയ്ത ശേഷമാണ് ന്യൂറോ സംബന്ധമായ അസുഖമാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് 5 മാസത്തോളം കഴുത്തിൽ കോളറിട്ട് മരുന്ന് കഴിച്ചു. 2 മാസത്തെ മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞതനുസരിച്ച് മരുന്ന് കഴിച്ചതിന് ശേഷവും വേദന കുറയാതെ വന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കൈ തളർന്നു പോകുവാനുള്ള സാധ്യതയുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. എങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം അത് ചെയ്യുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഞാനൊരു സാധാ ലോട്ടറി തൊഴിലാളിയാണ്. ഒരു ഒന്നര കൊല്ലത്തിന് മുമ്പ് എനിക്കൊരു ലോട്ടറി കൊണ്ട് പോകുന്ന സമയത്ത് കയ്യിന് വേദന അനുഭവപ്പെട്ടു. ആ വേദന ഇങ്ങനെ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് വേദന കുറവില്ലാണ്ട് വന്നപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴും വേറെ ഒന്നും കണ്ടില്ല. പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴാണ് തലയുടെ താഴെ കുഞ്ചിക്ക് ആ വശത്ത് ഞരമ്പ് തമ്മിൽ ജോയിൻ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ യാതൊരു കാരണവശാലും മരുന്നുകൊണ്ട് മാറില്ല, ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയും അതിന് സഹായിച്ചിട്ടില്ല. ഇന്നേ വരെ ഓപ്പറേഷൻ നടത്തിയിട്ട് പോലുമില്ല. കാരണം എനിക്കതിനുള്ള സാമ്പത്തികമോ എന്നെ സഹായിക്കാനോ ആരുമില്ല. ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. എൻ്റെ ഭാര്യക്കാണെങ്കിൽ കൊറോണ ടൈമിന് ഒരു ന്യൂമോണിയ എന്നുള്ള അസുഖം ബാധിച്ച് ഒരു മാസത്തില്ലാനും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ, കടവന്തറ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 1,44,000 രൂപയോളം എനിക്ക് ചിലവാകുകയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ വന്നിരിക്കുന്ന ടൈമിനാണ് എനിക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. ഇടയ്ക്ക് കളമശ്ശേരിയിലെ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിയെങ്കിലും 6 മാസത്തോളം തളർന്നു കിടന്നുപോയി. പിന്നീട് തളർച്ച മാറി നടക്കാവുന്ന സ്ഥിതിയിലായി. ഇദ്ദേഹം ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്. ഈ രോഗാവസ്ഥയിൽ അധികനേരം നിൽക്കുവാൻ പറ്റാത്തതിനാൽ 30 ടിക്കറ്റുകൾ മാത്രമേ വിൽക്കുവാൻ കഴിയുന്നുള്ളൂ. അതും എല്ലാ ദിവസവും കഴിയുകയില്ല. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എന്താകുവാനാണ്? എൻ്റെ പേര് മിനി എന്നാണ്. ഞാൻ സന്തോഷിൻ്റെ ഭാര്യയാണ്. ചേട്ടന് വയ്യാതായിട്ട് 2 വർഷത്തോളമായി. ഇപ്പം കിടപ്പും ചികിത്സ കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഞങ്ങളെ സഹായിക്കാനും പിടിക്കാനൊക്കെ ഒന്നും ആരുമില്ല. 25 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസം. വാടക ഒന്നും കൊടുക്കാൻ നിവർത്തിയില്ല. ഞങ്ങളെല്ലാവരും കൂടി സഹായിച്ചാൽ ഞങ്ങൾ വാടക കൊടുത്ത് മുന്നോട്ട് പോകണത്. എല്ലാ കാര്യത്തിനും എല്ലാവരും സഹായിക്കാറുണ്ട്. ഭക്ഷണ സാധനങ്ങളൊക്കെ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മിനി കൊറോണ ബാധിച്ചതിന് ശേഷം ന്യൂമോണിയ വരികയും അതേ തുടർന്ന് കുറേ ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഷുഗർ കൂടിയതിനാൽ ജോലിയൊന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്
25 വർഷങ്ങൾ കഴിഞ്ഞു. ഇവർക്ക് മക്കളില്ല. സ്വന്തമായി ഒരു ഭവനമില്ല. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇരുപത്തഞ്ച് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് വരെയും ഒരു നല്ലൊരു ഭവനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. വാടക വീട്ടിലാണ് 25 കൊല്ലമായിട്ട് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾക്ക് പിള്ളേരില്ല. കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച് വരികയാണ് ഞാനും എൻ്റെ കുടുംബവും. എനിക്ക് വേറെ ആരും തന്നെ ഒരു സഹായിക്കാനോ പിടിക്കാനോ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബന്ധുമിത്രാദികളോ ആരും തന്നെ എനിക്കില്ല. ഞാൻ പോയി കിട്ടുന്ന ഈ ലോട്ടറിയും കൊണ്ട് കിട്ടുന്ന തുച്ഛ വരുമാനവും കൊണ്ടുള്ള നീക്കുപോക്കാണ് എൻ്റെ എളിയ കുടുംബത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നും ആവണില്ല. എൻ്റെ ഭാര്യയുടെയും എൻ്റെ അസുഖങ്ങൾ മാറാനും എനിക്ക് നല്ലൊരു ഭവനം ഉണ്ടാക്കി തരുവാനും എല്ലാ സഹകരണങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള സഹകരണങ്ങളും നൽകി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. മക്കളില്ലാത്തതിൻ്റെ ദുഃഖം ഇവരെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട്. വീടില്ലാത്തതിൻ്റെ വിഷമം വേറെയും. ഇവരുടെ വീട്ടുവാടക തന്നെ സുമനസ്സുകളുടെ സഹായത്താലാണ് കൊടുക്കുന്നത്. വീട്ടുടമയുമായുള്ള കരാർ അടുത്ത മാസം കഴിയും. മാറിക്കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെന്നുള്ള ചിന്തയും ഇവരെ വിഷമിപ്പിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിക്കുന്നതും ശമരിയൻ പ്രോഗ്രാമിലേക്ക് അപേക്ഷ സമർപ്പിച്ചതും. ഉറ്റവരോ ഉടയവരോ അടുത്തില്ലാതെ ചില നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവരുടെ കാര്യങ്ങൾ കേട്ട് ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ ഇവരെ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇന്നിവർ. ചേട്ടന് വയ്യാതെ ഇരിക്കണ അവസ്ഥയാണ്. മരുന്നും ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് എനിക്കും വയ്യാതെയായി. ഞങ്ങൾക്ക് രണ്ടിരിക്കും പാടില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവരാണ്. ഞങ്ങളെ സഹായിക്കാനൊന്നും ആരുമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ പ്രേക്ഷകർ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമെന്നും സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കണമെന്നും അപേക്ഷിച്ചുകൊള്ളു. ഒരു വീടിനായി ഇവർ പലയിടങ്ങളിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഒന്നിനും ഒരു മറുപടി പോലും ഇവർക്ക് കിട്ടിയിട്ടില്ലെന്ന് ഇവർ പരിതപിക്കുകയാണ്. വാടകയ്ക്കാണെങ്കിലും ഉള്ള കിടപ്പാടം തന്നെ നഷ്ടപ്പെടും എന്ന അവസ്ഥയിലാണ് ഇവരിപ്പോൾ. ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ മുൻപാകെ ഇവരുടെ ഈ അപേക്ഷയും ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുകയാണ്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരമായി മാറിയിട്ടുള്ള നമ്മുടെ നല്ലവരായ പ്രേക്ഷകരുടെ ജീവകാരുണ്യ പ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാം ദൈവഹിതത്തിനായി സമർപ്പിക്കുന്നു. സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ യച്ചു എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായനിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ള ഒരു രോഗിയായിരുന്നു അവരുടെ മകൻ അഖിലാണ് എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത്. അവർ കാക്കനാട്ട് അടുത്താണ് അവരുടെ വീട്. അവരുടെ പിതാവിന് സ്ട്രോക്ക് വന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. 2 മക്കളാണുള്ളത്. അവർ ചെറിയ കമ്പനികളിൽ ജോലി ചെയ്താണ് ആ കുടുംബത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഗുഡ്നസ് ടിവി ഈ യേശുവിനെ കുറിച്ച് അറിയുന്നതിനും
ഗുഡ്നസ് ടി വിയിലൂടെ പരിചയപ്പെടുത്തുന്നതിനുമിടയായത്. അങ്ങനെ പരിചയപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ച സഹായനിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. 50,000 രൂപയാണ് നമുക്ക് കൊടുക്കുവാനായിട്ട് ഈ സഹോദരിക്ക് വേണ്ടി ടി വിയിലൂടെ കാണിച്ചപ്പോൾ നമ്മൾക്ക് കിട്ടിയത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ ഞാൻ ഈ തുക ഇപ്പോൾ അഖിലിന് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മൾ സമറിയാൻ എന്ന പ്രോഗ്രാം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ധാരാളം ആളുകൾക്ക് ഗുഡ്നസ് ടി വിയിലെ ഈ പ്രോഗ്രാമിലൂടെ സഹായം ചെയ്യുന്നതിനായിട്ട് നമുക്ക് സാധിച്ചു. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ പ്രോഗ്രാമിലൂടെ വർഷങ്ങളായിട്ട് നമുക്ക് കൈമാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം മൂലമാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകമായിട്ടും ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ രോഗികളെ പരിചയപ്പെടുത്തുമ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതലായിട്ട് വീണ്ടും തരുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത്. നിങ്ങളുടെ ആ നല്ല മനസ്സിന്, നിങ്ങളുടെ സ്നേഹത്തിന് പ്രത്യേകം നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. ദൈവസമക്ഷം നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമുക്കാണ് ഈ രോഗം വന്നിരുന്നുവെങ്കിൽ എന്തുമാത്രം കാശും പണവും സമയവും അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് നമുക്ക് വരുമായിരുന്നു. എന്നാൽ ദൈവം നമ്മെ അതിൽ നിന്നെല്ലാം കാത്തു പരിപാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആരോഗ്യത്തോടെ ആയിരിക്കുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നതിനുള്ള സാഹചര്യം ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ അമ്മയുടെ ചികിത്സാ സഹായത്തിന് ഇവിടെ നിന്ന് കിട്ടിയ തുകയ്ക്ക് എൻ്റെ പേരിലും ഗുഡ്നസ് ടി വിക്കും ഞാൻ നന്ദി സമർപ്പിക്കുന്നു.